കുളത്തൂപ്പുഴ YMCAയുടെ പ്രവർത്തനോദ്ഘാടനവും വൈദികർക്ക് സ്വീകരണവും ചാരിറ്റി ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. കുളത്തൂപ്പുഴയിലെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടിനപ്പുറമായി സേവനം ചെയ്യുന്ന കുളത്തൂപ്പുഴ യങ്മൻ ക്രിസ്ത്യൻ അസോസിയേഷന്റെ 2024-25 വർഷത്തെ പ്രവർത്തനോദ്ഘാടനമാണ് സംഘടിപ്പിച്ചത്. YMCA പുനലൂർ സബ് റീജിയൻ ചെയർമാൻ ഡോക്ടർ എബ്രഹാം മാത്യു ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പുനലൂർ രാധാസ് ചൗക്ക് റോഡ്, പുനലൂർ. ഇന്ന് കേരളം വളരെയധികം പ്രയാസത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. വയനാട് പ്രദേശത്ത് മുണ്ടക്കൈ, ചൂരൽമല മുതലായ സ്ഥലങ്ങൾ മുഴുവൻ പ്രളയത്തിന്റെ ഭീതിയിൽ, ഉരുൾപൊട്ടലിൽ അവിടുത്തെ ജനങ്ങൾ തീരാ ദുഃഖം അനുഭവിക്കുകയാണ്. അവിടുത്തെ മനുഷ്യർ മാത്രമല്ല, കേരളത്തിലെമ്പാടുമുള്ള ആളുകൾ വളരെ വേദനയോടുകൂടിയാണ് ആ കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. ഇനി അവിടെ ജീവനോടെ അവശേഷിക്കുന്നവർ എത്ര പേരുണ്ടെന്നുള്ളതിനെ സംബന്ധിച്ച് ആർക്കും ഒരു കണക്കില്ല. ഏതാണ്ട് 300-ൽ പരം ആളുകൾ ഇതിനോടകം തന്നെ മരിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 200 ചില്ലുവാനും ആളുകളെ മിസ്സായിട്ട് കരുതുന്നുണ്ട്. അവരുടെ ജീവനോപാധികൾ 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ മുഴുവൻ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി എന്നുള്ളതാണ് വളരെ വേദനാജനകമായ സന്ദർഭം. ഇവരോടുള്ള ഐക്യദാർഢ്യം YMCA പുനലൂർ സബ് റീജിയനായിട്ട് പ്രഖ്യാപിക്കുന്നു. അവരുടെ പുനരധിവാസത്തിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ഒക്കെ YMCAയുടെ കൈത്താങ്ങല് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കുളത്തൂപ്പുഴ YMCA പ്രസിഡന്റ് കെ ജോണി ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കുളത്തൂപ്പുഴ YMCA ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സെക്രട്ടറി സാനു ജോർജ് സ്വാഗതം പറഞ്ഞു. കുളത്തൂപ്പുഴ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് വികാരി റവറന്റ് ഫാദർ മാത്യു നൈനാൻ മുഖ്യ സന്ദേശം നൽകി. അനുഗ്രഹീതമായ നിമിഷത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നത്. തീർച്ചയായിട്ടും YMCAയുമായിട്ട് കുറെ നാളുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. 15-14 വർഷക്കാലം തിരുവനന്തപുരം YMCAയുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുവാനും അതുപോലെ തന്നെ ഘോഷിയുമായിട്ട് ഒരുമിച്ച് പല മേഖലകളിലും ഇടപെടുവാനും പ്രവർത്തിക്കുവാനും ഒക്കെയുള്ള അവസരം ഉണ്ടായി. അവിടെ നിന്ന് ഇവിടേക്ക് വന്നപ്പോൾ ഇവിടെ YMCA വളരെ ഊഷ്മളമായി പ്രവർത്തിക്കുന്നു എന്ന് കാണുവാനായിട്ട് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഈ YMCAയുടെ ഡൊണേഷൻസ് തന്നവരുടെ പട്ടികയിൽ 1-ാം സ്ഥാനം ഒരു മുസ്ലിം സഹോദരന്റെ പേരാണ് എഴുതിയിരിക്കുന്നത്. അതുതന്നെ ഈ YMCAയുടെ പ്രവർത്തനങ്ങളുടെ ആദരവും മികവും വ്യക്തമാക്കുന്ന ഒരു ലിസ്റ്റാണ്. കാരണം ക്രൈസ്തവ ധർമ്മങ്ങളെ മുറുകെ പിടിക്കുവാനും സമൂഹത്തിൽ എല്ലാവരുടെയും സഹോദരങ്ങളായി നിലനിൽക്കുവാനുമുള്ള ഒരു മനോഭാവവും പ്രവർത്തനവും ഈ YMCA നടത്തുന്നു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യകരമായ ഒരു കാര്യമാണ്. എനിക്ക് തന്നിരിക്കുന്നത് മുഖ്യ പ്രഭാഷണമാണ്. സാധാരണ നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിനൊരു ലിമിറ്റുണ്ട്. അതധികം തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് കലങ്ങിപ്പോകും. പിന്നെ അത് കറക്റ്റ് പരുവത്തിൽ വേവിച്ചെടുക്കുമ്പോൾ ഒരല്പം കടുക് വറുത്ത് ഇടുകയാണെങ്കിൽ അതിന് കുറച്ച്. സബ് റീജിയൻ ജനറൽ കൺവീനർ ഷിബു കെ ജോർജ് ചാരിറ്റി ഉദ്ഘാടനം നിർവഹിച്ചു. നാം എന്തുകൊണ്ടും ഭാഗ്യമുള്ളവരാണ്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ എക്യുമെനിക്കൽ യുവജന പ്രസ്ഥാനത്തിൻ്റെ അംഗങ്ങൾ, ലോകത്തിലെ എല്ലാ വിഭാഗ വിശ്വാസികൾക്കും ഒരുമിച്ച് കൂടാവുന്ന പ്രസ്ഥാനത്തിൻ്റെ അംഗങ്ങൾ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാരുണ്യ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ അംഗങ്ങൾ, അതുമാത്രമല്ല ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള പ്രസ്ഥാനത്തിൻ്റെ അംഗങ്ങളാണ് നാം ഓരോരുത്തരും. തീർച്ചയായിട്ടും അത് ജീവിതത്തിൽ വലിയ ഭാഗ്യാവസ്ഥയാണ്. കുളത്തൂപ്പുഴ YMCA സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ന് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു സുദിനമാണ്. പ്രധാനമായിട്ടുള്ള 3 പരിപാടികളാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ഒന്ന്, പ്രവർത്തന ഉദ്ഘാടനം സാറ് നിർവഹിച്ചു കഴിഞ്ഞു. 2024-25 വർഷത്തെ എല്ലാ പ്രവർത്തനങ്ങളും
വിജയകരമായി തീരട്ടെ, അനുഗ്രഹപ്രദമായി തീരട്ടെ, അനേകർക്ക് പ്രയോജനമുള്ളതായി തീരുവാൻ, അനേകർക്ക് ആശ്വാസം നൽകുന്ന പ്രവർത്തനങ്ങളായി തീരുവാൻ ഇടയായി തീരട്ടെ. അങ്ങനെയുള്ള പ്രവർത്തനം കാഴ്ചവെക്കുവാൻ ജോണി സാറിനും സാനു സാറിനും KC അബ്രഹാം സാറിന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെയുള്ള YMC അംഗങ്ങൾക്ക് ഇടയായി തീരട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. രണ്ടാമത്, നമ്മുടെ ബഹുമാന്യരായിട്ടുള്ള 4 വൈദികരെ കുളത്തൂപ്പുഴ YMCയുടെ രക്ഷാധികാരികളായി ഇന്ന് തെരഞ്ഞെടുത്തിരിക്കുക. വിശുദ്ധായിരിക്കുന്ന കർത്തവ്യം ചാരിറ്റി പ്രവർത്തനങ്ങളുടെ, കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ പ്രദേശം, നമ്മുടെ സംസ്ഥാനം തന്നെ വളരെയധികം ദുർഘടമായിട്ടുള്ള ഒരു കാലത്തിൽ കൂടെ കഴിഞ്ഞു പോവുകയാണ്. അനേകർക്ക് സഹായം എത്തിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നാം ആയിരിക്കുന്നത്. വയനാടിൻ്റെ പ്രദേശത്ത് അനേക പ്രിയപ്പെട്ടവർ മാറ്റപ്പെട്ടു. അനേക പ്രിയപ്പെട്ടവർക്ക് അവർക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള എല്ലാം നഷ്ടമായി. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ സഹായിക്കുവാൻ ഒരവസരം ലഭിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും കുളത്തൂപ്പുഴ YMC അതിൻ്റെ ദൗത്യം ഏറ്റെടുത്ത് തങ്ങളാൽ കഴിയുന്ന സഹായം സമയാസമയങ്ങളിൽ എത്തിക്കുവാൻ നിങ്ങൾക്ക് റവറന്റ് സുബിൻ എബ്രഹാം, റവറന്റ് ഫാദർ മാത്യു നൈനാൻ, അരുൾദാസ്, റവറന്റ് ജോസഫ് മാത്യു എന്നിവർക്ക് സ്വീകരണം നൽകി. ചന്ദനക്കാവ് CSI ചർച്ച് വികാരി റവറന്റ് ടിബിൻ P. മാത്യു മറുപടി പ്രസംഗം നടത്തി. കൊല്ലം സബ് റീജിയൻ ചെയർമാൻ ഡോക്ടർ എബ്രഹാം മാത്യു സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ചോഴിയക്കോട് സെന്റ് സെബാസ്റ്റ്യൻ മലങ്കര കാത്തലിക് ചർച്ച് വികാരി റവറന്റ് ഫാദർ മാത്യു ചരിവുകാലയിൽ, മുൻ YMCA സെക്രട്ടറി K. ബാബുക്കുട്ടി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. കുളത്തൂപ്പുഴ സെന്റ് തോമസ് മാർത്തോമ ചർച്ച് വികാരി റവറന്റ് സുബിൻ എബ്രഹാം സമാപന പ്രാർത്ഥന നടത്തി. YMCA കുളത്തൂപ്പുഴ വൈസ് പ്രസിഡന്റ് റോയി ഉമ്മൻ നന്ദി പറഞ്ഞു. റിപ്പോർട്ടർ സുനിൽ വള്ളിക്കാല, കുളത്തൂപ്പുഴ. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും, മോഡേൺ ട്രഡീഷണൽ, ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി.